മറ്റൊരു ഉദാഹരണം പരിഗണിക്കാം. വക്കുകളുടെ നീളം 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ എന്നിവയായ ചതുരക്കട്ടയുടെ വശങ്ങളെല്ലാം ഒരുപോലെ കൂട്ടി വലിയ ചതുരക്കട്ട ആക്കിയാൽ വ്യാപ്തം എങ്ങനെ മാറുമെന്ന് നോക്കാം. ചതുരക്കട്ടയുടെ വ്യാപ്തം നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരമാണ്. കൂടിയ നീളം x എന്നെടുത്താൽ വലിയ കട്ടയുടെ വക്കുകളുടെ നീളങ്ങൾ x+1, x+2, x+3 എന്നിവയായിരിക്കും. വലിയ ചതുരക്കട്ടയുടെ വ്യാപ്തം v(x) എന്നെടുത്താൽ v(x) = x+1 ഗുണിക്കണം x+2 ഗുണിക്കണം x+3 ആണെന്ന് പറയാം. ആദ്യം x+2നെ x+3 കൊണ്ട് ഗുണിക്കാം. x ഗുണിക്കണം x, x², x ഗുണിക്കണം 3, 3x, 2 ഗുണിക്കണം x, 2x, 2 ഗുണിക്കണം 3, 6. അപ്പോൾ ഇതിനെ x+1 ഗുണിക്കണം x² + 3x + 2x + 6 എന്ന് എഴുതാം. 3xും 2xും കൂട്ടിയാൽ 5x കിട്ടും. അപ്പോൾ ഇതിനെ x+1 ഗുണിക്കണം x² + 5x + 6 എന്ന് എഴുതാം. ഇനി ഇതിനെ x+1 കൊണ്ട് ഗുണിക്കാം. ആദ്യം x കൊണ്ട് ഓരോ പദത്തെയും ഗുണിക്കാം. x ഗുണിക്കണം x², x³, x ഗുണിക്കണം 5x, 5x², x ഗുണിക്കണം 6, 6x, 1 ഗുണിക്കണം x², x², 1 ഗുണിക്കണം 5x, 5x, 1 ഗുണിക്കണം 6, 6. x³ ഉള്ള ഒരു പദം മാത്രമാണുള്ളത്. അത് അതുപോലെ എഴുതാം. 5x² x² കൂട്ടിയാൽ 6x² കിട്ടും. 6xും 5xും കൂട്ടിയാൽ 11x കിട്ടും. സംഖ്യ മാത്രമുള്ള ഒരു പദം മാത്രമേ ഉള്ളൂ, 6. അത് അതുപോലെ എഴുതാം. v(x) = x³ + 6x² + 11x + 6 ആണെന്ന് കാണാം. അതായത് വക്കുകളെല്ലാം x സെന്റിമീറ്റർ വീതം കൂട്ടിയാൽ കിട്ടുന്ന പുതിയ ചതുരക്കട്ടയുടെ വ്യാപ്തം x³ + 6x² + 11x + 6 ആണ്. ഉദാഹരണമായി വക്കുകളെല്ലാം 1 സെന്റിമീറ്റർ കൂട്ടിയാൽ കിട്ടുന്ന പുതിയ ചതുരക്കട്ടയുടെ വ്യാപ്തം എന്തായിരിക്കും? അത് v(1) ആണ്. v(1) എന്നാൽ 1³ + 6 ഗുണിക്കണം 1² + 11 ഗുണിക്കണം 1 + 6 ആണ്. ഇത് 1 + 6 + 11 + 6 അഥവാ 24 ആണ്. അതായത് വക്കുകളെല്ലാം 1 സെന്റിമീറ്റർ വർദ്ധിപ്പിച്ചാൽ കിട്ടുന്ന പുതിയ ചതുരക്കട്ടയുടെ വ്യാപ്തം 24 ഘന സെന്റിമീറ്റർ ആണ്.